ഫ്രണ്ട്സ്, അലീനെ മനുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ അലീൻ്റെ കാല് പിടിക്കുകയാണ്. മോളെ, എൻ്റെ മോനെ കാണാൻ ഞാൻ പോയപ്പോഴത്തേക്കും അവൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഞാൻ ഈ പോക്സോ കേസിലൊന്നും പെട്ടിട്ടില്ല, കാരണം ഞാൻ അവളങ്ങനെ മിസ്യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ, മോളെ അതുകൊണ്ട് എങ്ങനെയില്ല ആ കേസിൽ നിന്ന് ഊരിത്തരാൻ വേണ്ടി അവനെ ഊരണം. കാരണം ഞാൻ അവൻ്റെ അപ്പനായിപ്പോയതുകൊണ്ട് എനിക്കത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി. പക്ഷേ പോക്സോ കേസിൽ നിന്നുള്ള ഊരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഇച്ചിരി ശിക്ഷ ഇളവ് കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അങ്കിൾ പറയുന്നത് ന്യായമാണോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. അങ്കിളെ, എൻ്റെ ജീവിതത്തിൽ അവൻ എന്നോട് ചെയ്തിട്ടുള്ള പ്രവൃത്തി കാരണം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അവൻ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് പറയുക, അവൻ തെറ്റുകാരനാണ്, അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അവൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ശരണടുത്ത് ചെല്ലത്തില്ല, അവരുടെ വീട്ടുകാർക്ക് ചെല്ലത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഞാനും അവളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാകും. അതുകൊണ്ട് ബന്ധം ഇല്ലാതാകുമില്ലെന്നില്ല, അവൻ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഈ കോടതിയും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ തെറ്റുകാരനല്ലെന്നുണ്ടെങ്കിൽ അങ്കിൾ ആ ഒരു രീതിക്ക് മുമ്പോട്ട് പോകും. അതാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവന് ജാമ്യം കിട്ടാനും അതിനനുസരിച്ച് ജീവിക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് എടുത്ത് പറയുക, ഞാനായിട്ട് യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യത്തില്ല, എന്നോട് വിരോധമൊന്നും തോന്നരുതെന്ന് പറയുമ്പോഴത്തേക്ക്, അല്ല മോളെ, കാരണം ഒന്ന് ട്രൈ ചെയ്യത്തില്ല. കാരണം ഇതിപ്പം അവൻ തെറ്റുകാരനാണെങ്കിൽ പോലും അപ്പനെ രക്ഷപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ തെറ്റ് പലത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇഷ്ടമുള്ളതും മറ്റുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ മനു പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്ക് അവനെ രക്ഷപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. മകനായി പോയില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണല്ലോ അങ്കിൾ നിയമപരമായിട്ട് പോകും. ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നും പറയുന്നതിലൊന്നുമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പറയാനോ ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് പോലും ഞാൻ എന്നോട് തന്നെ പോലും പറയത്തില്ല, അവരെ രക്ഷപ്പെടുത്താൻ പറയത്തില്ല. കാരണം എത്രമാത്രം ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനായതുകൊണ്ട് മാത്രമാണ് കേസും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. കാരണം എനിക്ക് ഈ ബന്ധത്തിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരു രീതിയിലും സാറിൻ്റെ അടുത്ത് പോയി പറയാനോ അല്ലെങ്കിൽ സപ്പോർട്ട് മേടിക്കാനോ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്കിള് എന്നോട് വല്ല ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല മോളെ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, മോൾക്ക് പറയാനുള്ള മോളും പറഞ്ഞു. എനിക്കിപ്പോൾ എന്നെ ചെയ്യാൻ പറ്റുന്നേ ഞാൻ ബാക്കിയുള്ള അടുത്ത കാര്യം നീക്കുക എന്നുള്ളത് ഉള്ളെന്ന് പറയുക. അതിന് ഏതൊക്കെയാലും ഞാൻ വൈജയൊന്ന് കണ്ടു, വൈജയനും കൂടെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, പിന്നെ അങ്ങളൊരു കാര്യം പറഞ്ഞിട്ട്, ഇന്നലെ മേഡം എൻ്റെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭീഷണിയാണോ എന്ന് ചോദിച്ചു. ഭീഷണിയൊന്നുമല്ല, 2 ആഴ്ചക്കുള്ളിൽ പോകണം, അല്ലെങ്കിൽ മേഡം ഇവിടുന്ന് പോകുന്ന പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അപ്പം നീ എന്നെ പറഞ്ഞു, ഞാൻ പൊക്കോളാം അങ്കിളെ, ഇവിടെ നിന്ന് ശരിയാകത്തില്ല. കാരണം ഞാൻ കാരണം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഞാൻ കാരണം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയുക, ആർക്ക് ശല്യമില്ലാതെ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ പൊക്കോളാം എന്ന് പറയാം. മോളത് നിൻ്റെ വിവേകമല്ലേ, നീ അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ എത്രമാത്രമായി കേട്ടോണ്ടിരിക്കുന്നത്, ഞാൻ കാരണം കൊണ്ട് അവരൊറ്റയ്ക്ക് താമസിക്കുന്നത്, അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്, അത് ശരിയാകത്തില്ല, ഞാൻ പൊക്കോളാം എന്ന് പറയുന്നത്. എന്താണ് നിൻ്റെ ഇഷ്ടം പോലെ നീ ഇവിടെ നിന്നോട് ആരും പോകാൻ പറയുന്നില്ല. വൈജ മാത്രമല്ല, വൈജ പിന്നെ സത്യാവസ്ഥയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നിന്നെ ചേർത്ത് നിർത്താൻ പോകുന്ന വൈജയല്ലേ. അപ്പോൾ അത് നീ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല എന്നുള്ളത് നീ പറയുന്നുണ്ട്. അതിപ്പോൾ വേണ്ട അങ്കിളെ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുവാണ്. അപ്പം നേരെ ചെന്ന് വൈജയുടെ റൂമിൽ ചെല്ലുവാണ് നമ്മുടെ ശിവശങ്കരൻ. ചെന്നിട്ട് വാതിൽ മുട്ടുമ്പോഴത്തേക്ക് വൈജ ഡോർ തുറന്ന് വരുന്നുണ്ട്. നീ എന്തിനാ ഈ റൂമൊക്കെ അടച്ചിട്ടിരിക്കുന്നത്, എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അതിനിപ്പോൾ ഈ റൂമിൽ ആരാ വരാനുള്ളത്, എൻ്റെ കെട്ടിയവനും ഇല്ല, പിന്നെ മക്കളും ഇല്ല, ഇവരെല്ലാം ഇപ്പം പറഞ്ഞു കേൾക്കുന്ന ഒരാൾ പറയുമ്പോഴത്തേക്ക് അലീനയല്ലേ. അലീന പറയുന്നത് എന്ത് പറയുന്നതോ അത് വേദവാക്കായിട്ട് കൊണ്ടു നടക്കുമല്ലേ അവർ. അപ്പം ഞാനെന്തിനാ ഇത് തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. നീ എന്ത് ഈ പറയുന്ന വൈജ്, കാരണം നിനക്ക് ബോധം വല്ലതും ഉണ്ടോ? കാരണം നിന്നെ ഇവിടെ ആരാ എതിർക്കുന്നത്, നിന്നെ ആരും എതിർക്കുന്നില്ല, ഒന്നുമില്ല, പിന്നെ എന്തിന്. അപ്പം നീ പിന്നെ അവളോട് പറഞ്ഞിട്ട് അവളോട് 2 ആഴ്ചക്കുള്ളിൽ പോകാൻ പറഞ്ഞിട്ട് നിനക്ക് അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അവളിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇല്ല, ഞാൻ അവളുള്ള വീട്ടിൽ നിൽക്കത്തില്ല. മാത്രമല്ല, അവളോട് ഇവിടെ നിന്ന് പുറത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ പോയില്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഇറങ്ങും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ വരാൻ പറഞ്ഞത് എന്നുള്ളത് പറയാം. കാരണം ഇതിൻ്റെയൊക്കെ തീരുമാനം എത്തണമെന്നല്ല. അവൾ പോയില്ല എന്നുണ്ടെങ്കിൽ അവൾ പോകണം, പോയേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി അവൾ അഥവാ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവളൊരിക്കലും ചുമ്മാ പോകാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ പോകുന്നത്, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പോക്ക് പോകണമെന്നുള്ളത്. വൈജയ്,
ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇന്ന് നീ അവളെ പുറത്തിറക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ പേരിൽ നീ ദുഃഖിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നീ ഇറക്കി വിടുന്നതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് നിനക്ക് തന്നെയാണ്. അന്ന് നീ എന്നെയോ ഗംഗേട്ടനെയോ അല്ലെങ്കിൽ ബാലചന്ദ്രനെയോ ആരെ നീ വിളിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല. അത് നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്നെ മനസ്സിലാക്കാനിരിക്കുന്നത്, എനിക്ക് പറഞ്ഞാൽ അവൾ കാരണം എൻ്റെ കുടുംബം ഇല്ലാതായി. അതുകൊണ്ട് അവളെ എൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പറയാം. നീ തിരിച്ച് പറയും, മാറ്റി പറയും എന്നൊക്കെ എനിക്ക് ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുക, നീ ദയവ് ചെയ്ത് ഇപ്പോൾ ഉള്ള തീരുമാനം നീ മാറ്റി പിടിക്കുക. കാരണം അവളിവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നടക്കത്തില്ല. നിങ്ങളെല്ലാവരും അവൾക്ക് സപ്പോർട്ടല്ലേ. അതുകൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെ കെട്ടിയവനും മക്കളും സപ്പോർട്ടുണ്ട്. അവളെന്തോ കൗശല ബുദ്ധിയും അതുപോലെ എന്തോ മാജിക്കൊക്കെ കാണിച്ച് പിന്നെ പാട്ടിലാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, അവളുള്ളപ്പോൾ ഞാൻ നിൽക്കത്തില്ല, അല്ലെങ്കിൽ അവളിവിടെ വിട്ടു പോകണം എന്നുള്ളത് പറയാം. നീ എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞ് ശിവശങ്കരൻ ഇറങ്ങിപ്പോവാണ്. അടുത്ത പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടീനെ രേവതിക്കുട്ടി വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നത്, ചേച്ചി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാതെ ഉടനെ, മോളെ വേറെ വിശേഷമൊന്നുമില്ല, ഞാനിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പം മേഡം പറഞ്ഞേക്കുന്നത് 2 ആഴ്ചക്കുള്ളിൽ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അപ്പോൾ ചേച്ചീൻ്റെ ചേച്ചി തീരുമാനിച്ച് ഞാനും 2 ആഴ്ചക്കുള്ളിൽ പോകാൻ തീരുമാനിച്ചു മോളെന്ന് പറയുമ്പോഴത്തേക്ക്, അതെന്തിനാ ചേച്ചി അങ്ങനെ പറയുന്നത് ചേച്ചി പറഞ്ഞു. അപ്പം അതെല്ലാം മോളെ, കാരണം ഞാൻ പോകണം, കാരണം ഞാൻ കാരണം കൊണ്ട് അവർക്കുള്ള സമാധാനം നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ കാരണം കൊണ്ട് ആർക്കും സമാധാനം നഷ്ടപ്പെടണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കാരണം കൊണ്ട് അപ്പനും മക്കളും ഒന്നും പിരിഞ്ഞ് നിൽക്കേണ്ട, ഭാര്യയൊന്നും പിരിഞ്ഞ് നിൽക്കേണ്ട. ഞാൻ എന്നും ഒരു വെല്ലങ്കന്തരിയായിട്ട് അവർ നിന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയുന്നത്. ചേച്ചിക്ക് അങ്ങനെ ഒരു നിലപാടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി വേറെ കാര്യമാണ്, നമ്മുടെ ചിന്നുമോളെ ദത്തെടുക്കാൻ വേണ്ടി ഒരു കൂട്ടർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ, ആ സന്തോഷമുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, ചേച്ചി എനിക്ക് ഭയങ്കര ആദ്യമാണ് വരുന്നത്, കാരണം ചിന്നുമോളെ അങ്ങനെ കൈവിട്ട് കളയാൻ എനിക്ക് പറ്റത്തില്ല ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക്, ഈ മോളെ നീ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടുന്നതല്ലേ. കാരണം നീ ഇപ്പം നിനക്ക് നല്ല അപ്പനും അമ്മയും കിട്ടും, അത് കിട്ടിയതുപോലെ കാരണം അവർക്കും കിട്ടത്തില്ലേ, അവർക്കും കിട്ടുവാണെങ്കിൽ അത്ര നല്ല സന്തോഷമില്ല. മാത്രമല്ല അവൾക്ക് അതുകൊണ്ട് 5 ലക്ഷം രൂപ എങ്ങാണ്ടൊക്കെയാണ് വാഗ്ദാനം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ, അത് അയ്യോ അത് അങ്ങനെയാണ് ഏറ്റവും നല്ല പറയുമ്പോഴത്തേക്ക് അങ്ങനെ അലിനെ പറയുമ്പോഴത്തേക്ക് പറയണ, ചേച്ചി എന്തേ പറയുന്നത് ചേച്ചി, നമ്മുടെ ചിന്നുമോളെ വിലയാണ് 5 ലക്ഷം എന്ന് 5 ലക്ഷം എന്ന് ചേച്ചി കണക്കാക്കുന്നത്. എടി 5 ലക്ഷം എന്ന് പറയുമ്പോഴത്തെ അവളുടെ വിലയല്ല. ഇപ്പം 5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് അല്ല സ്നേഹത്തിന് ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അത് എത്ര പിള്ളേർക്ക് സഹായിക്കും, സഹായമാകും. ഡ്രസ്സ് കാര്യങ്ങൾ അത് ഇത് പല കാര്യങ്ങളിൽ ഏറ്റെടുക്കാനും കാര്യങ്ങളെല്ലാം പറ്റുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, അങ്ങനെയാണല്ലേ, അത് ശരിയാണെന്ന് പറയാം. പിന്നെ അതെങ്ങനെ ഏറ്റെടുക്കാനുള്ള ഇത് കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതൊരു കൂട്ടർ ആദ്യം വന്നൊരു ആഞ്ചറക്കനെ വേണമെന്നാണ് പറഞ്ഞ്. അപ്പോൾ ആഞ്ചറക്കൻ്റെ കൂടെ ഈ ചിന്നുമോളെയും കൂടെ ഏറ്റെടുത്താൽ കൊള്ളാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇതെങ്ങനെ നടപടിയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം അവർ പറയുന്നത് അതിന് വേണ്ടപ്പെട്ടവരായ ആരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം അതിലിപ്പം ഞാനും ചേച്ചിയും കൂടെ ചേർന്ന് സൈൻ ചെയ്ത് കൊടുത്താലാണ് ശരിയാകത്തുള്ളൂ എന്നൊക്കെയാണ് പറയുമ്പോഴത്തേക്ക്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ആ കൂട്ടർ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ മോളെ, അവളുടെ ഭാവി നന്നാകുവാണെന്നാണ്, ഭാവി നന്നാകട്ടെ. ചിന്നുമോൾ ഇപ്പം ചെറുപ്രായത്തിൽ തന്നെ ഒരപ്പൻ്റെ അമ്മയുടെ ഇന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അല്ല അവർ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഫുള്ളായിട്ട് അവളെ ഏറ്റെടുത്ത് കൊണ്ടുപോകാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാകും. അതുകൊണ്ട് നമ്മളായിട്ട് തടസ്സവും നിൽക്കരുത്, എല്ലാം കൊണ്ട് അവൾക്ക് ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നുള്ളത് നിൽക്കുകയാണ്. ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. അടുത്ത കാണിക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോളും ബബിതയും അലിനൊക്കെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയുന്നത്, ഇപ്പം ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് എന്നോടല്ല സ്നേഹക്കൂടുതൽ ഭവതേച്ചിയോടെ കേട്ടോ, വന്ന വഴിയൊന്നും മറക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക്, അതൊന്നും ഇല്ലടി, നീ എന്തിനാവശ്യമില്ലാതൊക്കെ ചിന്തിക്കുന്നേ, അതൊന്നുമില്ല, ഞാൻ എപ്പോഴും വന്ന വഴി മറക്കുന്ന ആളല്ല, എപ്പോഴും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കാതെ പറയാതെ ഒന്നും ഇരിക്കത്തില്ല, നീ അതിനെക്കുറിച്ച് ഒന്നും വറീഡാകണ്ട എന്ന് പറയാനാണ് നമ്മുടെ അലീന. അത് കഴിഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ശിവശങ്കറിനും കമലയും ഒരു വക്കീലിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും കൊച്ചിനെ അല്ലെങ്കിൽ എങ്ങനെയും ഹരിനെ പുറത്തിറക്കിയേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇതിപ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷനാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് പാർട്ടിക്കാരെല്ലാം അവന് ശിക്ഷ കിട്ടണം എന്നുള്ള രീതിയിൽ അവർ ശിക്ഷ മേടിച്ച് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ വീട്ടുകാരോട് പറയും. അതിനനുസരിച്ച് വോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേര് കാണും, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും കാണും. നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇവന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാം തിരിഞ്ഞ് ഒരു പാർട്ടിക്കെതിരെ തിരിയും. അപ്പോൾ ആ പാർട്ടിക്കാർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മളിപ്പം അപ്ലൈ ചെയ്യേണ്ട, ഇപ്പം അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാം, അവനെ ഇറക്കിക്കൊണ്ട് വരാം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ യാതൊരു രീതിയിലും ഒരു എടുത്തുചാട്ടമൊന്നും നടത്തണ്ട, എല്ലാം നമുക്ക് നടത്താം. കാരണം കഴിഞ്ഞാൽ
രോഹിത് പുറത്തിറങ്ങിയല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വറീഡാകണ്ട എന്ന് പറഞ്ഞ് വക്കീലും പറഞ്ഞ് നിർത്തുന്നുണ്ട്. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം ബാക്കിയുള്ള ദിവസങ്ങളിലുള്ള വിശേഷങ്ങളെല്ലാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ലൈക്കും സപ്പോർട്ടില്ലെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സബ്സ്ക്രൈബ് തന്നെ ചെയ്ത് തന്നെ കാണാൻ വേണ്ടി ഒരിക്കൽ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു. ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി. ഇതിൽ നമ്മുടെ ശിവശങ്കരൻ ശരണ്യയുടെ അച്ഛനെ വിളിക്കുന്നൊരു സീനും കൂടെ ഉണ്ട്. ആ സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ശിവശങ്കരനാണ്, അപ്പം നിങ്ങളാരാ ശിവശങ്കർ എന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പ്രഭാകരനല്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് പ്രഭാകരനാണ്, ഞാൻ ഈ ഹരിയുടെ അച്ഛനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹരി തന്നെ ഞാൻ മനസ്സിലായില്ല. അതായത് നിങ്ങളുടെ കൊച്ച് ബാധിക്കപ്പെട്ടല്ലോ, ആ ബാധിക്കപ്പെട്ട ആളുടെ അത് പ്രതിയായിട്ട് നിൽക്കുന്ന ഹരിയുടെ അച്ഛനാണെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു താനെന്തിനും എൻ്റെ ഫോണിൽ വിളിക്കുന്നത്, തനിക്ക് എന്നത്തിൻ്റെ അസുഖം അതാന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ മോൻ ഒരു പോക്സോ കേസിൽ പ്രതിയാകത്തില്ല, കാരണം അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ അവൻ പറഞ്ഞ്. അപ്പോൾ ദയവ് ചെയ്ത് ആ കേസിൽ നിന്ന് അവനൊന്ന് ഊരി തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയില്ലെന്നൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മോനില്ലേ, മങ്ങാൻ കാരണം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും ബുദ്ധിമുട്ടൊക്കെ നിർബന്ധം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എടുത്ത് പറയുമ്പോൾ മേലാൽ ഈ ഫോണിലേക്ക് വിളിക്കുകയോ ചെയ്യരുത്, പറയുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു ലോകത്ത് ജീവിച്ചോ. നിങ്ങളുടെ മകൻ ഈ ലോകത്ത് ജീവിക്കേണ്ടവനെ അല്ല, കാരണം അവനെ മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു മൃഗമാണ് അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അവൻ്റെ കൂട്ടുകാരുമായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ഭാവി എന്തൊരു നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ പണവും പ്രതാപവും ഒന്നും അല്ല വലുത്, ഒരു പെണ്ണിൻ്റെ മാനമാണ് വലുതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ശരിക്കും ഇവിടെ തന്നെയാണ്. കാരണം അത്രമാത്രം ഹേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. നിങ്ങളുടെ മകൻ കാരണം കൊണ്ടാണ്. കാരണം അവനിനി 2 അല്ല 3 അല്ല 5 ജീവനെന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാലും ആ ശിക്ഷയ്ക്കൊന്നും ഒരു ഇളവ് കൊടുക്കരുതെന്ന് പറയുന്നത്. എൻ്റെ കയ്യിലൊക്കെ കിട്ടുവാണെന്ന് എൻ്റെ മകനെ വെട്ടിക്കീറും. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്തൊരു മകനാണ് നിങ്ങളുടെ മകൻ. മേലാൻ ഇനി ഈ ഫോണിൽ വിളിച്ചേക്കരുത്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളിൽ ഒരാളെ പോലും ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സീനാണ് ഞാൻ വിട്ടുപോയത്. അതിനാൽ അതും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നത്. സൈനിങ് ഓഫ്. താങ്ക് യു.